അനു എന്താ വിഷമിച്ചിരിക്കണേ? ഈ ചേട്ടൻ എപ്പോഴും ആരോഗ്യം എന്ന് പറയണ കാരണം അല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടം പോലെ മെത്തേഡ് ഉണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. എനിക്ക് ഈ ലൈഫില് പ്രോബ്ലംസുകൾ ഉണ്ടാവുമ്പോ, അതായത് ഫിനാൻഷ്യലാ എന്ത് പ്രോബ്ലംസ് വേണമെങ്കിൽ ആയിക്കോട്ടെ, പ്രോബ്ലംസ് ഉണ്ടാവുമ്പോ ആരൊക്കെയാണ് നിന്റെ കൂടെ നിൽക്കാനായിട്ട് ഉണ്ടാവുക? അങ്ങനെ നീ വിചാരിക്കണത്? അങ്ങനെ വിചാരിക്കുന്നത് ഇപ്പൊ ചേട്ടൻ. പിന്നെ ഞാൻ നിൽക്കും. പിന്നെ എന്റെ അപ്പച്ചൻ, എന്റെ അമ്മച്ചി, എന്റെ അനിയൻ, പിന്നെ നമ്മുടെ പിള്ളേര് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നിന്റെ എന്ത് തെണ്ടിത്തരങ്ങൾക്കും കൂടെ നിൽക്കുന്നത് ആരായിരിക്കും? അതെന്റെ ഫ്രണ്ട്സ് അല്ലേ. ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെല്ലാം ഉണ്ടാവുള്ളൂ. ഈ സുഹൃത്തുക്കളില് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സുഹൃത്ത് ആരാന്നറിയോ നിനക്ക്? അറിയില്ല. നീ അധികം ആലോചിച്ച സമയം കളയണ്ട. അതായത് ഈ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, സ്വയം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ബാത്റൂമിൽ പോവുക, ബ്രഷ് ചെയ്യുക, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക, ഇരിക്കുക, കിടക്കണമെന്നോട് എണീക്കുക, ഇതൊക്കെ സ്വയം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് കുട്ടികൾ മുതൽ മുതിർന്ന പ്രായമായ ആളുകൾ വരെ. അങ്ങനത്തെ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? ഇല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. എന്നിട്ട് ആ ആളുകളോട് ചോദിക്കുക, നിങ്ങളുടെ ഏറ്റവും വിലയേറിയ കൂട്ടുകാരൻ ആരായിരുന്നു എന്ന് ചോദിക്കുക. അപ്പൊ അവര് പറഞ്ഞു തരും, എന്റെ ആരോഗ്യമായിരുന്നു എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്നുള്ളത്. നീ പറഞ്ഞ ഈ അപ്പൻ, അമ്മ, ഹസ്ബൻഡ്, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ അവർക്കെല്ലാവർക്കും നമ്മളൊരു ഭാരമായി തീരും. അതെ, ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജീവിതം പൊരുതാനുള്ളതാണ്. നമുക്ക് എന്ത് പ്രശ്നം വേണമെങ്കിൽ വന്നോട്ടെ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നമ്മളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ, അങ്ങനെ എന്ത് സിറ്റുവേഷൻ വന്നതോട്ടെ, നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ പൊരുതിയിട്ട് അതിൽ നിന്ന് വിജയിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും, നമുക്ക് ഈ പറയുന്ന ഹസ്ബൻഡ്, അപ്പൻ, അമ്മ, കുട്ടികൾ ആരുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പണം ഉണ്ടായിട്ട് കാര്യമില്ല, പദവികൾ ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് സമൂഹത്തിൽ എത്ര വില ഉണ്ടായിട്ടും കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല. ആരോഗ്യമാണ് നമ്മുടെ വിലയേറിയ കൂട്ടുകാരൻ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ പോയി എന്നാണ് അർത്ഥം.